ഇത് ഒരു യാത്രയാണ്. ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. അവരുടെ ഓർമ്മകളിലൂടെ, കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ, അടയാളങ്ങളിലൂടെ, ഇന്നലെയുടെ താരങ്ങളിലേക്ക്. പണ്ട് പാലായിൽ നിന്നൊരു പെൺകുട്ടി പിന്നണി ഗായികയാകാൻ മോഹിച്ച് മദ്രാസിലെത്തി. തങ്കമെന്നായിരുന്നു അവളുടെ പേര്. പാട്ടുകാരിയായി അരങ്ങേറിയെങ്കിലും ആദ്യം അംഗീകരിക്കപ്പെട്ടത് അഭിനേത്രിയായാണ്. നമുക്ക് മുന്നിലിരിക്കുന്ന പാലാ തങ്കം എന്ന ഈ താരം പക്ഷേ അറിയപ്പെട്ടതും പ്രശസ്തി നേടിയതും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായാണ്. ഞാൻ നാടകത്തിൽ വരുമ്പോൾ എനിക്കൊരു 14 വയസ്സുണ്ട്. നാടകത്തിൽ വരാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞല്ലോ, പാലാക്കാരാണ് അതിന് കാരണക്കാർ. അവർ എന്നെ അവരുടെ ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിപ്പിച്ചു. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് ഞാൻ നാടകത്തിലേക്ക് വന്നതല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എന്നാലും കുറേ പറമ്പും മണ്ണും ഉള്ളതുകൊണ്ട് മണ്ണ് വാരത്തിന്നൊന്നും ജീവിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് തങ്കത്തിന് നാടകത്തിന് അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ.എം. പിള്ള സാറിൻ്റെ നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അദ്ദേഹമാണ് എൻ്റെ നാടക ഗുരു. അവിടുന്ന് പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. പിന്നെ എൻ്റെ ഭർത്താവ് ഒരു പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ എന്നല്ല, നമ്മുടെ സത്യം മാഷ് അദ്ദേഹത്തിൻ്റെ സീനിയറായിരുന്നു. അപ്പോൾ അദ്ദേഹം മുഖാന്തരം എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഉദയ സ്റ്റുഡിയോയിൽ സത്യം മാഷയുടെ അമ്മയായിട്ട് അഭിനയിക്കാനുള്ള അവസരം കിട്ടി. ആദ്യത്തെ സിനിമ എന്ന് പറയാൻ ഒരു 12 വയസ്സുള്ളപ്പം കെടാവിളക്ക് എന്ന് പറയുന്നൊരു സിനിമ, അത് റിലീസായിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. അത് സത്യമാഷയുടെ സഹോദരിയായിട്ടായിരുന്നു. അന്ന് എനിക്കൊരു 10-12 വയസ്സുണ്ട്. അന്ന് ഞാനൊരു പാട്ടുകാരിയായിരുന്നു. 2 പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അജന്ത സ്റ്റുഡിയോക്കാർ വന്ന് വിളിച്ചു. ഞാനും എൻ്റെ അച്ഛനും കൂടെ മദ്രാസിൽ പോയി പാട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോഴാണ് എന്നെ കണ്ടപ്പോൾ ബേബി ഗിരിജയുടെ അനിയത്തിയായിട്ടൊരു കുട്ടി വേണമെന്ന് പറഞ്ഞു. അന്നേരം അവർ ഇങ്ങനെ പാടാനൊരു കുട്ടി ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, നാടകത്തിലേക്ക് അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് അഭിനയിപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു നേട്ടമൊന്നും ഉണ്ടായില്ല. 2 പാട്ട് പാടിയെന്നുള്ള ആ ഒരു അത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഉദയ സ്റ്റുഡിയോയിലാണ് എൻ്റെ സിനിമ ജീവിതം ആരംഭിക്കുന്നത്. സിനിമാ നടിയായി രംഗപ്രവേശം ചെയ്തുവെങ്കിലും വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമാണ് വേഷമിടാനായത്. അക്കാലത്താണ് നാടകവേദി പാലാ തങ്കത്തെ ശ്രദ്ധിക്കുന്നത്. നടനം സിനിമയിൽ നിന്ന് നാടകത്തിലേക്ക് മാറി. സിനിമയിൽ നേടാനാകാത്ത പ്രശസ്തിയാണ് നാടകരംഗത്തു നിന്നും ഈ അഭിനേത്രി നേടിയത്. അന്നത്തെ KPSC നാടകങ്ങളുടെ മുഖ്യ ആകർഷണമായിരുന്നു പാലാ തങ്കം. റബേക്ക പടത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പേ ഡബ്ബിങ്ങിന് വന്നു. അത് സീത എന്നും ഒരു പടം ഉണ്ടായിരുന്നു. ആ പടത്തിൽ കുശലകുമാരിക്ക് ഡബ്ബ് ചെയ്തു. എനിക്ക് ഡബ്ബിങ് എന്താണെന്നൊന്നും അറിയത്തില്ല. അതിന് മലയാളി എന്നെ പിടിച്ചു നിർത്തി. അദ്ദേഹം പറഞ്ഞു തരും, അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞു അതിനെ ചെയ്ത. സീമന്തകാലങ്ങളിൽ സ്ത്രീകളുടെ സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുമെന്ന് പറയുന്നത് എത്ര വാസ്തവമാണ്. ഉദയ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് KPSCയിലേക്ക് വിളിക്കുന്നത്. ഭാസചേട്ടനുണ്ടായിരുന്നു. ഭാസചേട്ടൻ KPSCയിലേക്ക് വിളിച്ചു. അങ്ങനെയാണ് ഞാൻ KPSCയിൽ പോയി അവിടുത്തെ നാടകം ഇതിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നു. പിന്നെ KPSCയിൽ അഭിനയിച്ചു. KPSC 2ആയിട്ട് പിരിഞ്ഞതിന് ശേഷം ഭാസ്കരൻ മാഷ് തറവാട്ടമ്മ എന്ന് പറയുന്നൊരു പടം എടുത്തപ്പം സത്യമാഷ് എന്ന് പറഞ്ഞു, എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റുണ്ട്, അതും എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ വൈഫാണ്, ഇങ്ങനെ പാലാ തങ്കം, അവരിപ്പോൾ KPSCയിലാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് എനിക്ക് ടെലഗ്രാം അടിച്ചു, തറവാട്ടി അമ്മയിലേക്ക് സത്യമാഷയുടെ ചെറിയമ്മയായിട്ട് അഭിനയിക്കുക. ആ ടെലഗ്രാം അടിച്ചിട്ട് ഇവരെന്നെ അറിയിച്ചില്ല, കാരണം നാടകത്തിന് കുഴപ്പമാവുമല്ലോ. നാടകരംഗത്ത് തിളങ്ങി നിൽക്കുന്ന കാലത്താണ് ഭർത്താവിന്റെ മരണം. അകാലത്തിൽ അണിയേണ്ടി വന്ന വിധവാ വേഷം. 3 മക്കളുടെ അമ്മ കൂടിയായിരുന്ന ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണമായിരുന്നു. നാടകത്തേക്കാൾ പ്രതിഫലം കിട്ടുന്ന സിനിമയിലേക്ക് മടങ്ങാനായിരുന്നു തീരുമാനം. പുനർജന്മം തേടി മദ്രാസിലെത്തിയെങ്കിലും സിനിമയിലെ പുതിയ വേഷം അഭിനേത്രിയുടേതായിരുന്നില്ല. എനിക്ക് 3 മക്കളാണുള്ളത്. ഒന്ന് സോമശേഖരൻ തമ്പി, ഒന്ന് ബാഹുലേയൻ തമ്പി, ഒന്ന് അമ്പിളി. ഇത് കണക്ക് ചെറുതാണ്.
എൻ്റെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റ് മരിച്ചു. എനിക്ക് പിന്നെ ജീവിക്കാതിരിക്കാനും നിവൃത്തിയില്ല. മക്കളുണ്ടല്ലോ, അവരെ കളയാനൊക്കെയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭാരിച്ച സ്വത്തുകളോ മുതലുകളോ ഒന്നും എനിക്ക് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്നിട്ടില്ല. ഇല്ലായിരുന്നു, എൻ്റെ അമ്മയുടെ ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ എൻ്റെ 12ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടാണ്, എൻ്റെ അമ്മച്ചിയുടെ കഷ്ടപ്പാടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പിന്നെ വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ ഞാൻ എൻ്റെ 3 മക്കളുമായിട്ട് മദ്രാസിലേക്ക് പോവുകയാണ്. ശശികുമാർ സാറ് പണ്ട് എൻ്റെ കൂടെ ആലപ്പുഴയിൽ നിന്നൊരു നാടകം സംവിധാനം ചെയ്യാനൊക്കെ വന്ന് ശശി സാറുമായിട്ടുള്ള ഒരു പരിചയമുണ്ട്. അപ്പോൾ സാറ് ബോബനും മോളി എന്ന് പറഞ്ഞൊരു പടം എടുത്ത് ഇരിക്കുമ്പോൾ ആ ബോബൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ആ കഥാപാത്രത്തിന് ഡബ് ചെയ്യാനായിട്ട് ആരുമില്ല. അങ്ങനെ അന്വേഷിച്ച് ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ആർട്ടിസ്റ്റും കൂടെയാണ് അവർ എന്ന് പറഞ്ഞു. അങ്ങനെ ശശികുമാർ സാറ് വീട്ട് എന്നെ വിളിപ്പിച്ചു. ആ ബോബൻ എന്ന് പറഞ്ഞ് മാസ്റ്റർ ശേഖറിനെ ഞാൻ ഡബ്ബ് ചെയ്തു. പിന്നെ എനിക്ക് ഡബ്ബിങ്ങിൻ്റെ ഒരു ഘോഷയാത്രയായി. ഈച്ചയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കുഞ്ഞിനും ഒക്കെ ഡബ്ബ് ചെയ്യും, ഹീറോയിൻസിനും മുഴുവൻ ഡബ്ബ് ചെയ്യും. ഒരു ഫ്രെയിമിൽ തന്നെ, അന്ന് ഇന്നത്തെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളൊന്നും ഇല്ലല്ലോ, ലൂപ്പ് സിസ്റ്റം അല്ലേ. ഒരു ഫ്രെയിമിൽ തന്നെ ഇപ്പോൾ ഒരു നായിക, അല്ലെങ്കിൽ ഒരു വലിയമ്മത്തള്ള, അല്ലെങ്കിൽ ഒരു കോമഡി, ഒരു ചെറിയ കുട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഫ്രെയിമിൽ വരുന്നേ ഈ 5 പേരുണ്ടെങ്കിൽ ഈ 5 പേർക്ക് ഞാൻ ഡബ് ചെയ്യുമായിരുന്നു.